ആ, എന്നാ എഴുതാൻ തുടങ്ങുന്നത്? നാളെ മുതൽ എഴുതി തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇന്നല്പം റെസ്റ്റ് എടുക്കണം, വല്ലാത്ത ക്ഷീണം. അപ്പുകുട്ടൻ വന്നില്ലേ ചന്ദ്ര? ഇല്ല, അവനിങ്ങ് വരും. വിശ്വാസിന് വേണ്ടി അറേഞ്ച് ചെയ്ത കുക്ക. അല്പ സംഗീതമുണ്ട്, സൂക്ഷിക്കണം. അവന്റെ സംഗീതത്തിനൊന്നും ചെവി കൊടുക്കല്ലേ, നിങ്ങളുടെ ജോലി മുടങ്ങും. ഞാൻ വരട്ടെ. ആ, താനാണോ ഇവിടെ കിടന്ന് വിളിച്ചു പോയത്? വിളിച്ചു പോയിതാന്ന് തോന്നിയല്ലേ? അതെ, അതെന്റെ ആലാപന ശൈലിയുടെ ഒരു ഇതാണത്. അതായത് അതാണ്. ഇന്ദോളമോളങ്ങൾ ഒഴുകുന്നു തിരുനാളം, മന്ദമായ ആത്മാവിൽ ഒഴുകുന്നു കുഞ്ഞോളം. ഞാൻ പാടുമ്പോൾ ശ്രുതി നോക്കാറില്ല, വെച്ച് കീച്ചും. അത് രാഗത്തിന്റെ മൂടാണത്. നിർത്തി. സാറ് ഭയങ്കര തമാശക്കാരനല്ലേ? അല്ല, മുഖം കണ്ടാലറിയാം. താനാണല്ലേ അപ്പുക്കുട്ടൻ? അതെ, ചന്ദ്രൻ സാറ് പറഞ്ഞയച്ചതാ. ദേ, ഉച്ചക്കലത്തേക്കുള്ള ഊണ് വൈകിട്ട് ഞാൻ വെച്ചുതരാം. ആ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. താൻ പോയി ഊണ് വിളമ്പി. ഇപ്പൊ തന്നെ ഊണ് വിളമ്പിത്തരാം ഞാൻ. തദരി നാനി ഇയാൾ എന്തോന്ന് സിനിമാ സംവിധായകനാ? സംഗീതബോധം തീരെയില്ലെന്നാ തോന്നുന്നു. ഇന്ദോളം പാടിയപ്പോ ഇതാണ് ഗതിയെങ്കിൽ എന്റെ ആനന്ദഭരിയും ഭൂപാളം കേൾക്കുമ്പോ എന്തായിരിക്കും സ്ഥിതി? ഇയാൾക്ക് വട്ടളയത് തന്നെ. അയ്യേ, ഇയാളുടെ കൂടെ എന്നാ ഒരു സംഗീത സംവിധായകനാകാൻ കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഈ നശിച്ച കുശിനിപ്പണിക്ക് ഈ ചട്ടിയും കലവും കഴുകാൻ ഇവിടെ വന്നത്. ഇവിടെ വല്ലതും നടക്കും. സാറേ, ചായ. അല്ല സാറേ, ഈ തിരക്കഥ എന്ന് പറയുന്നത് ഈ തിരക്കിട്ടെഴുതുന്ന കഥ എന്നല്ലേ എന്റെ അർത്ഥം? അല്ല, അത് നേരത്തെ എനിക്ക് അറിയാമായിരുന്നെങ്കിലും സാറ് ഒരു തിരക്കൂലാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോ എനിക്കൊരു സംശയം, അതുകൊണ്ട് ചോദിച്ചതാ. താൻ കല്യാണമൊക്കെ കഴിച്ചാണോ? പിന്നെ കഴിച്ചു, 2 കഴിച്ചു. ആ, എന്റെ സംഗീതഭ്രമം വരുത്തി വെച്ചൊരു വിനയ സാറേ ഇത്. അങ്ങനെ അങ്ങ് പറ്റിപ്പോയി. അവളുമാരെ പേര് കേട്ടപ്പോ ഞാനങ്ങ് വീണുപോയി. ഒരുത്തിയുടെ പേര് എസ് ജാനകി, മറ്റവളുടെ പേര് പി സുശീല. അത് കൊള്ളാമല്ലോ. പേര് മാത്രമേ ഉള്ളൂ സാറേ, സംഗീതം ഇല്ല. രണ്ടിനെയും സംഗീതം പഠിപ്പിച്ച് ഞാൻ മടുത്ത്. വാസനയില്ല സാറേ. എന്റെ പിള്ളേരെങ്കിലും എന്റെ പേര് കളയാതിരുന്നാ മതിയായിരുന്നു. എത്ര കുട്ടികളുണ്ട്? ആകെ 3 പേരാ. മൂത്തവൻ എസ് ജാനകിയുടെ മകനാ, ഇളയരാജ. പി സുശീല കഴിഞ്ഞ മാസം ഇരട്ട പ്രസവിച്ചേ ഉള്ളൂ. 2 ആൺകുഞ്ഞുങ്ങളാ. എന്ത് പേരിട്ടു? എന്ത് പേരിട്ടെന്ന്? ലക്ഷ്മികാന്ത് പ്യാരിലാൽ. എന്തേ? ആ, ഇന്ന് ഇത്രയും മതി. എനിക്ക് കുറച്ച് ജോലി. അയ്യോ, രഥോത്സവം
കഥാ തിരക്കഥാ സംഭാഷണം സംവിധാനം വിശ്വനാഥൻ. സീൻ നമ്പർ 1 പ്രഭാതം. രഥങ്ങൾ നിരന്നുകിടക്കുന്ന ക്ഷേത്രാങ്കണം. പശ്ചാത്തലത്തിൽ ഉടുക്കിന്റെ താളത്തിനോടൊപ്പം മുറുകി വരുന്ന ദേവീസ്തവം. ഉടുക്കിന്റെ താളത്തിനോടൊപ്പം മുറുകി വരുന്ന ദേവീസ്തവം. ആഹാ തദരീ നനാനേ താനലലനനാനീ തദരീ നനാനന താലനേ താനലനേ. രോമം അല്ല രോമാഞ്ചം. ഓ എന്റെ സംഗീതം കൂടി ഉണ്ടെങ്കിൽ ഈ പടം കലക്കും. തദരീ ഞാൻ സാറിന്റെ ഈ കഥയിലെ ഒന്നാമത്തെ രംഗം ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കിയായിരുന്നു. രാഗം ആനന്ദഭൈരവി. ഒരു ലേശം അപശ്രുതി തോന്നിയില്ലേ? സ്വല്പം തോന്നണം. അതെ, ആനന്ദഭൈരവി രാഗം മിശ്രജാപ്പ് താളത്തിൽ പാടുമ്പോ ശ്രുതി തെറ്റണം. അതാ എന്റെ ശരി. നീ ആരോട് ചോദിച്ചാ എന്റെ സ്ക്രിപ്റ്റ് എടുത്ത്? ഞാൻ ചോദിക്കാൻ വന്നപ്പോഴേക്കും സാറോടാൻ പോയി. മേലിൽ ഞാനില്ലാത്തപ്പോൾ എന്റെ മുറിയിൽ കയറുകയോ അവിടെ നിന്നൊരു കഷ്ണം കടലാത്തെടുക്കുകയോ ചെയ്താൽ എന്റെ സ്വഭാവം മാറും. നിനക്ക് കാള കളിക്കാനുള്ളതല്ല ഞാൻ എഴുതി വെക്കുന്ന സാധനം, മനസ്സിലായോ? ചായ ഉണ്ടാക്കിയോ? ഇല്ല ഇപ്പൊ ഉണ്ടാക്കാം. നിക്കവിടെ. ഈ ശവപ്പെട്ടി ഇവിടെ എടുത്തോണ്ട് പോ. ശവപ്പെട്ടിയോ? ഇതെന്റെ ചോറാണ് സാറേ. പോയി ചായ ഉണ്ടാക്ക. നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശ്യാമേ. ഗുഡ് ഈവനിങ് സിസ്റ്റർ. ഗുഡ് ഈവനിങ്. കുട്ടി എവിടെയായിരുന്നു ഇത്രയും സമയം? ഞാൻ വെറുതെ ഇങ്ങനെ ഡാൻസ് പഠിക്കാൻ പോയതാ. ഞാൻ കുറെ ദിവസമായി കാണുന്നുണ്ട്. നിനക്ക് ഡാൻസ് പഠിത്തം കുറച്ച് കൂടുന്നു. ആരാ മോട്ടോർ സൈക്കിളുകാരൻ? ആഹാ, നിലത്ത് വട്ടം വരയ്ക്കുന്നു. അഹങ്കാരി. ഇതിനുള്ള ശിക്ഷ എന്താണെന്ന് നിനക്കറിയാമോ? അറിയാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അറിവില്ലായ്മ കൊണ്ടും ചോരത്തിളപ്പ് കൊണ്ടും സാത്താന്റെ പരീക്ഷണത്തിൽ ഞാൻ വീണുപോയി. എല്ലാം ക്ഷമിക്കുന്നവനായ ഞങ്ങളുടെ പിതാവേ, ചെയ്തുപോയ സമസ്താപരാധങ്ങളും എന്നോട് പൊറുക്കേണമേ. ഞങ്ങളോടല്ല, എന്നോട് പൊറുക്കേണമേ. എനിക്ക് വലിയ കൂസലൊന്നും ഇല്ലെന്ന് കണ്ടപ്പോ രാത്രി അവരെന്നെ പിന്നെയും പിടിച്ചു വരട്ടി. വീട്ടിലറിയിക്കുന്നു. ഞാൻ വരേണ്ടതുപോലെ അഭിനയിച്ചു. എന്റെ പൊന്നു സിസ്റ്റർ, എന്നെ ചതിക്കില്ലേ, എന്റെ പഠിത്തം മുടങ്ങും, എന്റെ ഭാവി പോവും എന്നൊക്കെ പറഞ്ഞ കരച്ചിലെന്ന് പറഞ്ഞാൽ സാധാരണ കരച്ചിലല്ല, അടിച്ച് തകർത്തങ്ങ് കരഞ്ഞു. സിസ്റ്റർ ആകെ പേടിച്ചു പോയി. പിന്നെ എനിക്ക് കൽക്കണ്ടവും ചോക്ലേറ്റും ഒക്കെ വാങ്ങിച്ചതെന്നെ സമാധാനപ്പെടുത്തി പറഞ്ഞു വിട്ട്. ചുമ്മാതല്ല കേട്ടാ. ആ പിന്നെ ഇതൊന്നും വേണ്ട കേട്ടാ. ക്ഷമിക്കണം, സാത്താന്റെ പരീക്ഷണത്തിൽ വീണുപോയി. മുട്ടുകുത്തി നിൽക്കാൻ. ആ പറഞ്ഞോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അറിവില്ലായ്മ കൊണ്ടും ചോരത്തിളപ്പ് കൊണ്ടും സാത്താന്റെ പരീക്ഷണത്തിൽ ഞാൻ വീണുപോയി. ചെയ്തുപോയ സമസ്ത അപരാധങ്ങളും പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മതിയോ? മതി. കുട്ടികളൊക്കെ നോക്കുന്നു. ഹായ്. എന്ത് വേണം?
എനിക്കൊരു സ്ട്രോങ് കോഫി. നിനക്കോ? കഴിക്കാൻ എന്തുണ്ട്? വാഴയ്ക്കപ്പം, പരിപ്പോട, ഉഴുന്നോട, ഉണ്ടമ്പൊരു, തൈരോട, സുഖിയൻ, അച്ചപ്പം, അരിയുണ്ട, കുടലപ്പം, വെളുത്തലുവ, കറുത്തലുവ. എല്ലാം ഓരോന്നും കൊണ്ടുവാ. അല്ല, ഇതൊക്കെ ആർക്ക് തിന്നാനാ? എനിക്ക് വിശന്നിട്ട് വയ്യ. കൊടവേറി, നീ ഇപ്പോഴല്ലേ ഹോസ്റ്റലിൽ ഊണ് കഴിച്ചത്? ആര് കഴിച്ചു? ഞാനിങ്ങും കഴിച്ചില്ല. എന്നും ഒരേ കറി. കപ്പളങ്ങ തോരൻ, കപ്പളങ്ങ തീയല്, കപ്പളങ്ങ സാമ്പാർ. കഴിച്ചു മടുത്ത്. മേറ്റിനെ ഞങ്ങൾ വിളിക്കുന്നതിനെ കപ്പളങ്ങ അമ്മയെന്നാ. നോക്കി മനസ്സിലായി. എനിക്കറിയാം. അപ്പോഴേ ആസാനിങ്ങനെ ആർട്സ് ക്ലബ് സെക്രട്ടറി എന്ന് പറഞ്ഞ് പ്രേമിച്ച് നടന്നാ മതിയോ? ഇനോഗ്രേഷൻ ഒന്നും നടത്തണ്ടേ? പിന്നെന്താ, നമുക്ക് തകർത്ത് കളയാം. പിന്നെ ഇയാള് തകർക്കാൻ തുടങ്ങിയിട്ട് 3-4 മാസമായി. ഇനി എന്നാ? ആരും ഗൂഗിളൊന്നും വേണ്ട. അടുത്ത മാസം, അതായത് ഡിസംബർ 7-ാം തീയതി. ഇന്നാണ് ഫിക്സ് ചെയ്തത്. ആരാണ് ഉദ്ഘാടനം എന്നറിയാമോ? രാജീവ് ഗാന്ധി ആയിരിക്കും. അല്ല, സുപ്രസിദ്ധ സിനിമാ സംവിധായകൻ ശ്രീ വിശ്വനാഥൻ. എന്റെ പൊന്നു കുഞ്ഞ്, ഞാൻ ചെന്ന് നോക്കുമ്പോഴേ പുറത്ത് അലച്ചേട്ടി കിടക്കുകയല്ലേ. ആദ്യം ഞാൻ വിചാരിച്ചു ഉറങ്ങുകയാണെന്ന്. സാധാരണക്കാരും ഇവിടെ പുറത്തു നിന്ന് ഉറങ്ങാറില്ലല്ലോ. പിന്നെ എഴുത്തുകാരും സിനിമാ സംവിധായകൻ എന്നൊക്കെ പറയുമ്പോ ഒരുമാതിരി വട്ടുകേസാണല്ലോ. പിന്നെ ഞാൻ ഓർത്ത് വല്ല മൂടോ മറ്റോ വരാൻ വേണ്ടി പുറത്തു നിന്ന് കിടക്കുകയാണെന്ന്. കുഞ്ഞേതേ, ഞാൻ ചെന്ന് തൊട്ടു നോക്കുമ്പോഴേ ഇങ്ങോട്ട് നോക്കിയേ, തീ പോലെ പൊള്ളുന്നു. ഒരു കാറ്റ് ദേ ഇതിലേ വന്നിട്ട് എന്റെ ദേ ഇതിലേ അങ്ങ് പോയി. അഞ്ചരക്കട്ടയ്ക്ക് നീലാംബരി വേണം വെള്ളി വീഴുമല്ലോ. അപ്പുണ്ടാവുന്ന ഒരു അതുപോലെ ഒരു ഇതിലേ. പഞ്ചസാര എവിടെ വെച്ചിരിക്കുന്നത്? പഞ്ചസാര എന്നാ ഇത് ഉപ്പാ. പഞ്ചസാര എവിടെ? ഉപ്പാണല്ലേ? അപ്പൊ പഞ്ചസാര അലമാരി കാണും. പഞ്ചസാര നീല. അപ്പൂട്ടാ വീക്കിലും കണ്ണടിങ്ങൾ. ആ അമ്മ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിയായിരിക്കും. അതെ, വിശ്വന്റെ പേരിൽ ഒരു പുഷ്പാഞ്ജലി കഴിച്ചിട്ടുണ്ട്. വേഗം സുഖമാകും. ഇതെന്താ? ഇത്ര കഞ്ഞിയാ. ഇതൊക്കെ എന്തിനാ അവിടെ നിന്ന് കൊണ്ടുവരുന്നത്? അപ്പുക്കുട്ടനല്ലേ ഇവിടെ? അതെ. ആര്? യവനോ? യവൻ ചോറുണ്ടാക്കിയ തന്നെ കഞ്ഞിയാ. അപ്പൊ പിന്നെ കഞ്ഞി ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും? കഞ്ഞിയുടെ കാര്യത്തിൽ മാത്രമല്ല കൊച്ചമ്മേ, സംഗീതത്തിന്റെ കാര്യത്തിലും ഞാൻ അങ്ങനെ തന്നെയാ. ഈ മോഹനം പാടിക്കൊണ്ടിരിക്കുമ്പോ ഗാന്ധാരം ഇടയ്ക്ക് കയറി വന്നാൽ അത് കല്യാണിയായിട്ട് മാറും. ഈ മോഹനത്തിന്റെ ആരോഹണം എന്ന് പറയുന്നത് സരിഗ പദ സാദാ പഗ റേ സാ. അപ്പുക്കുട്ടാ, എന്തോ